പേഴ്സണലി മമ്മൂട്ടിയുടെ കൊമേഴ്സ്യൽ സിനിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയും ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രവും ആണ് കളിക്കളത്തിലേത്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പേരില്ല എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷനും ഇല്ലാത്തൊരു ക്യാരക്ടർ, ആരോടും ഒരു റിലേഷൻ ഇല്ലാത്തൊരു ക്യാരക്ടർ, റിലേറ്റീവ്സ് ഇല്ലാത്തൊരു ക്യാരക്ടർ, അങ്ങനെ പാറിപ്പറന്ന് വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ മമ്മൂട്ടി ഇതുപോലെ മറ്റൊരു കഥാപാത്രത്തെ ചെയ്തിട്ടില്ല എന്ന് പറയാം. ഒട്ടും ഇമോഷണൽ ആവാത്തൊരു ക്യാരക്ടറാണ്. ഒരു മൊമെന്റിലും അങ്ങനെയൊന്നും ആളുകളുമായിട്ട് അധികം അറ്റാച്ച്ഡ് ആവാത്ത ക്യാരക്ടർ, അത്ര ലൗഡ് അല്ല നമുക്ക് തോന്നുകയും എന്നാൽ വളരെ രസകരമായ ഒരു ക്യാരക്ടർ. സിനിമ മൊത്തത്തിലൊരു ത്രില്ലറാണ്, പക്ഷേ ഈ ക്യാരക്ടറേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസമാണ്. മമ്മൂട്ടി വളരെ ഗംഭീരമായി അഭിനയിച്ച ക്യാരക്ടർ കൂടിയാണ്. രൂപഭാവ മാറ്റങ്ങളോ സൗണ്ടിലോ ഒന്നിലും അങ്ങനെ നമുക്കൊരു ഏച്ചുകെട്ടൽ ഫീൽ ചെയ്യാത്ത വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ ഒന്നാണ് കളിക്കളത്തിൽ. പല പേരുകളിൽ അറിയപ്പെടുക, പക്ഷെ നമുക്ക് എവിടെയും ഒരു അസ്വാഭാവികത അനുഭവപ്പെടില്ല. എന്നാൽ ഒരു ത്രില്ലർ സിനിമയുടെ ചരട് നഷ്ടപ്പെടാത്ത ഒരു തരത്തിലുള്ള ക്യാരക്ടറുമാണ്. എനിക്കൊന്ന് മമ്മൂട്ടിയുടെ മറ്റൊരു ക്യാരക്ടറിനോട് പേഴ്സണലി തോന്നാത്തൊരു അടുപ്പം തോന്നുന്ന ക്യാരക്ടറാണ് കളിക്കളത്തിലേത്. ഈ സിനിമ സംവിധാനം ചെയ്ത സത്യനന്ദിക്കാടാണെന്ന് കൂടെ ആലോചിക്കുമ്പോഴാണ്. കാരണം മമ്മൂക്കയെ വെച്ച് സത്യനന്ദിക്കാട് അധികം ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ 2 മികച്ച സിനിമകൾ വന്നിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അർത്ഥവും അതുപോലെ കളിക്കളവും. പേഴ്സണലി കനൽക്കാറ്റും വളരെ ഇഷ്ടമാണ്, പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് ആയ 2 സിനിമകൾ കളിക്കളവും അർത്ഥവുമാണ്. ഈ 2 സിനിമകളിലും മമ്മൂക്കയുടെ ക്യാരക്ടറും വളരെ വളരെ നാച്ചുറലാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ്. ഇപ്പോൾ കളിക്കളത്തിലാണ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളത്. ഇതിലെ മമ്മൂക്കയുടെ പെർഫോമൻസ്, പുള്ളി പക്ക സ്റ്റൈലാണ്. അതെല്ലാ സിനിമയിലും പുള്ളി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് രൂപമാറ്റങ്ങൾ ക്യാരക്ടറിനുള്ളിൽ തന്നെ വേറെ വേറെ ആയിട്ട് പുള്ളി കള്ളത്തരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണ്, അതൊക്കെ മമ്മൂക്കയ്ക്ക് ചെയ്യാനും പറ്റും. പക്ഷേ വളരെ നാച്ചുറലായി മമ്മൂക്ക ഇതിൽ ത്രൂ ഔട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഈ സിനിമയ്ക്കകത്ത് പല ആളുകളുമായിട്ട് ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ശ്രീനിവാസനായിട്ട്, അതുപോലെ മുരളിയായിട്ട്, അതുപോലെ ശോഭനയായിട്ട്, പല പേരുകളിലാണ് എല്ലാവരുമായിട്ടും അറിയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഓരോ പേരിലാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ അറിയപ്പെടുന്നത്. ഭയങ്കര രസമാണ്. അന്നത്തെ കാലത്ത് വന്നൊരു സിനിമയാണ്, പക്ഷേ ഇന്ന് കാണുമ്പോഴും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ്. ഭയങ്കരമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നൊരു ഫിലിമാണ്. പേഴ്സണലി മമ്മൂക്കയുടെ ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നുമാണ് കളിക്കളം.